സൈഡ് മൊത്തം കൺട്രി സൈഡാ. സൈഡ് മൊത്തം കൺട്രി സൈഡ്. പക്ഷെ പറഞ്ഞത് കറക്റ്റ് കേട്ടോ. സൈഡ് മൊത്തം പറഞ്ഞപ്പോ നല്ലൊരു പ്രാസം ഉണ്ടായിരുന്നു. സൈഡ് മൊത്തം കൺട്രി സൈഡ്. സൈഡ് മൊത്തം കൺട്രി സൈഡ്. സൈഡ് മൊത്തം അല്ലല്ലോ, സൈഡ് മൊത്തം കൺട്രി സൈഡ്. 40 സ്പീഡ് 40 60 നമ്മള് കുറയ്ക്കാൻ ചവിട്ടി പെസന്റ് ബോർഡ്. പെസന്റ് ഒക്കെ ഉണ്ടോ? പെസന്റ് ഉണ്ട്. പെസന്റ് നമ്മൾ നേരത്തെ ഒരെണ്ണം ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു റോഡിൽ. എന്തിനാരും വേറെ ആരും സ്റ്റോപ്പ് പോകുന്നില്ലല്ലോ. പറ്റിച്ചോ? 40 എന്ന് പറഞ്ഞിട്ട് നമ്മള് മാത്രം 40 പോകുന്നു, എല്ലാരും പറന്നു പോകുന്നു. അതെന്ത് ഇവിടെ ആക്സിഡന്റ് ആയതുകൊണ്ട് കുറച്ചാന്ന് തോന്നുന്നു. ആയിരിക്കും എന്ന് ഞാനങ്ങ് പറയുമോ. രസമുണ്ടല്ലേ? അത് ഫാം ഹൗസിന്റെ ഇതല്ലേ സംഭവം? കച്ചി കെട്ടി വെച്ച്, കച്ചി കെട്ടിയല്ല മറ്റേ ബ്ലോക്ക് ആയിട്ട് വെച്ച്. നമ്മുടെ ഇവിടെ ഇപ്പൊ വട്ടത്തിൽ കെട്ടും, ഇവിടെ ഇപ്പൊ സ്ക്വയർ ആയിട്ട് കിട്ടും. നമ്മുടെ നാട്ടിലിപ്പോ വട്ടത്തിലാണ് കിട്ടും. നേരത്തെ വലിയ ലോറിയായി കൊണ്ടുവന്നിട്ട് കച്ചി തുറുവൊക്കെ ആയിരുന്നു. ഇപ്പൊ തുറുവൊക്കെ തുറു എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു, കച്ചി തുറു. ഇപ്പൊ അത് തുറുവല്ല. ഇപ്പം തുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കറ്റ പോലെ കെട്ടി എന്നിട്ട് വലിയൊരു ഒരു കമ്പ് ഒക്കെ അയ്യത്ത് നാട്ടിയിട്ട് അതിന് ചുറ്റും കൊണ്ട് കച്ചി കൂട്ടി മണ്ടയ്ക്കോട്ട് വെക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് കച്ചി എടുത്ത് പശുവിനെ കൊടുക്കുമായിരുന്നു. ഇപ്പം പശുക്കളെ ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. അല്ല ഉണ്ട്, പക്ഷെ അവര് ജസ്റ്റ് മറ്റേ ഇത് ട്രേ പോലത്തെ ഇതല്ലേ, അതിലോട്ട് കച്ചി ഇടും തിന്നും. ഇപ്പം കച്ചി ലോറി ഒന്നും ഇല്ലല്ലോ. നേരത്തെ കച്ചി കൊണ്ടുവരാനായിട്ട് ലോറിയൊക്കെ പോകുന്നതാണായിരുന്നു. ഇപ്പൊ എല്ലാം ബ്ലോക്ക് ആക്കി കെട്ടിയൊക്കെ വരുന്നത്. അതുകൊണ്ട് പശുക്കൾ കാണാൻ പറ്റുമോ അറിയത്തില്ല. ഭയങ്കര ഭംഗിയുണ്ടല്ലോ കാണാൻ. ആടുകളും ഉണ്ട്. അവിടെ ഉണ്ടോ എന്റെ തൊട്ടിപ്പുറത്തുണ്ട്. ഇതെല്ലാം ഒറ്റ ഫാം ആയിരിക്കും കേട്ടോ, ഒരാളുടെ ആയിരിക്കും. ആ സൈഡ് മൊത്തം, ആ സൈഡ് ഈ സൈഡ് ആയിരിക്കും. നമുക്ക് അടയാളം പറഞ്ഞ എങ്ങനെ അറിയോ? ഒരു മലയുടെ മണ്ടയ്ക്കോട്ട് കയറി നിന്നിട്ട് മലയുടെ മണ്ടയ്ക്ക് കയറിയിട്ട് ഇങ്ങനെ കാണിക്കും. എല്ലാം അങ്ങറ്റത്തൊരു മരം നിൽക്കുന്നുണ്ടല്ലേ, അതിന്റെ ഒറ്റത്ത് മലയുടെ മണ്ടയ്ക്ക് എന്നാലേ കാണത്തുള്ളൂ. പക്ഷെ അത്രയും ഉണ്ട് പ്രോപ്പർട്ടി. കാരണം ഇവിടെ കണ്ട പാർക്കിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് മറ്റിടത്തില്ല. ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് ടയർഡ് ആവുകയാണെങ്കിൽ ഒന്ന് നമ്മളിപ്പം സർവീസിൽ കയറി ഇറങ്ങിയതല്ലേ, തൽക്കാലം നമുക്ക് കുറച്ചു നേരം പോവാം. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയില്ല, ഒരു വെറൈറ്റി. അതായത് പൂക്കൾ നോക്കി, വൈറ്റ് പൂക്കൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. മലയെ കയറി ഇറങ്ങിയുള്ള റോഡും റൈറ്റ് സൈഡിൽ വെള്ളം കണ്ടോ? പോണ്ടാണോന്നൊന്നും അറിയത്തില്ല. മലയാണോ എന്തുവാന്നാ, എന്തായാലും രസമുണ്ട് കാണാൻ. അതുകൊണ്ട് അവിടെ കണ്ടോ കാറ്റാടികൾ നിൽക്കുന്നത്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അത് റോഡിലൊരു ചെറിയ കട്ടർ പോലെ അതുകൊണ്ടാണ് വെള്ളം. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. റോഡ് സൈഡ് മൊത്തം പൂക്കളാ. ഇവിടെ ഉണ്ടല്ലോ, ഈ കാലാവസ്ഥ കിട്ടിയില്ലെങ്കിൽ ഈ കാലാവസ്ഥയിലേ ഉള്ളൂ UK കൊള്ളാവുന്നത്. നല്ലതായിട്ട് എന്നുവെച്ചാൽ വണ്ടി ഓടിക്കാൻ, ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലും പോകാനാണെങ്കിലും, കാണാനാണെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകാനാണെങ്കിലും എല്ലാത്തിനും ഈ ഒരു കാലാവസ്ഥ കിട്ടിയാലേ കൊള്ളത്തുള്ളൂ. സമ്മർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകെപ്പാടെ 2-3 മാസമേ ഉള്ളൂ കിട്ടുന്നത്. ഇപ്പൊ ആ സമ്മറിലും മഴയാ. ഇന്നലെ മൊത്തം മഴയായിരുന്നു. ഇന്നലെ മൊത്തം മഴയില്ലായിരുന്നു മുന്നേ, ഇന്നലെ മൊത്തം മഴയായിരുന്നു. ഇന്നലെയാണ് രാവിലെ നനഞ്ഞു, ഉച്ചയ്ക്ക് നനഞ്ഞു, ആയിട്ട് നനഞ്ഞു. സമ്മറാന്നാ പറയുന്നത്. പക്ഷെ ഈ ഇത് കിട്ടുവാണെങ്കിൽ, ഈ വെയിലുണ്ടെങ്കിലുണ്ടല്ലോ, ഈ വെയിലുണ്ടെങ്കിൽ UK കാണാനും ഭയങ്കര ഭംഗിയാണ്. എവിടെയെങ്കിലും പോകാനും പറ്റും. അല്ല കാണാനും നല്ല ഭംഗിയല്ലേ ഈ വെളിച്ചം. മെയിനായിട്ട് വെളിച്ചമാണ് ഉദ്ദേശിക്കുന്നത്. വെയിലെന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ വെട്ടം. ഇല്ലെങ്കിൽ വെട്ടമേ ഇല്ല, അതല്ലേ പ്രശ്നം. വെട്ടമാണ് വേണ്ടത്, പക്ഷെ അതാ ഇല്ലാത്തത്. എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് ക്യാമറ എവിടെ?
ഞങ്ങളിവിടെ ഒരു പാർക്കിങ്ങിലെ ചുമ്മാ ഇങ്ങനെ വണ്ടി നിർത്തിയാണേ. എന്നാ രസം അറിയാം കാണാൻ. വണ്ടികൾ പോകുന്നത് മാത്രമല്ല ഭയങ്കര രസം കേട്ടോ. ഇവിടുത്തെ ഒരു കാഴ്ച കാണിച്ചു തരാമേ. ഫ്രണ്ടിലോട്ടുള്ള കാഴ്ച ഉണ്ടോ? ഒന്നായി ഫ്രണ്ടിലെ കാഴ്ച. ഞാനിങ്ങനെ നോക്കുവാണെങ്കിൽ വാവ്, പിന്നെ അറിഞ്ഞാ പോകുന്നത് കേട്ടോ വണ്ടികൾ. അല്ലേ കുഞ്ഞാ? വൻ സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ 40-ലോ? നമ്മളെപ്പോഴും 40 പോയെ. നോക്കിയടാ. ക്യാമറ തിരിച്ചു ചെയ്തുണ്ടോ? ബാക്കിലെ വ്യൂ സൂപ്പർ അല്ലേ? അന്യായ വ്യൂ ഉണ്ട്. അന്യായ വ്യൂ എന്ന് പറയാൻ അന്യായ വ്യൂ. ഏയ് ഒരു വൻ പരിപാടിയാണ് കേട്ടോ. ഇനി ഇത് കാണിച്ചു തരാം. ബാക്കിൽ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നേ ഉള്ളൂ. സമയം ശരിക്കും പറഞ്ഞാൽ 8 മണിയായി. 7:53 സമയം. ഭയങ്കര സ്ഥലമല്ലേ ഇത്? കൃഷി സ്ഥലമാണ് കേട്ടോ. ആൻഡ് ഹിയർ ഗോസ് ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ്. ഇപ്പോഴത്തെ നമ്മുടെ വ്യൂ ഫ്രണ്ട് കാണിച്ചേ. എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ട്. നമുക്കിനി 30 മൈലൂടെ ഉള്ളൂ. നല്ല സൺസെറ്റ്. ഇതൊക്കെ ഈ റോഡ് സൈഡിലാണ്. ഇതൊക്കെ നോക്കി ഒരു കെട്ടിടം. അതുപോലെ റൈറ്റ് സൈഡിലോട്ട് നോക്കി മൊത്തം പാടങ്ങളാ. ഫുൾ ഓഫ് പാടങ്ങൾ. പാടങ്ങളോട് പാടങ്ങൾ. ലെഫ്റ്റ് സൈഡിലും പാടങ്ങൾ. സൺസെറ്റ് പോലെ. സൺസെറ്റ് നമുക്ക് കാണാം. സൺസെറ്റിന്റെ സമയം കൂടെ കാണിച്ചേ. 9 മണി 8:30 സമയം. ഞങ്ങളിപ്പോ ഒരു മാനിനെ കൂടെ കണ്ടു. ആ റോഡിൽ കുഞ്ഞു മാൻ. കുഞ്ഞു സൈസേ ഉള്ളൂ. കുഞ്ഞു മാനാണ് അറിയത്തില്ല. വ്യൂ പോലെ. അതുകൊണ്ട് അവിടെ മറ്റേ പഴയ മോഡൽ കാറ്റാടി പോലെ സാധനം കണ്ടോ? മറ്റേ നമ്മള് പണ്ട് ബിഡ്സ്റ്റൺ ഹില്ലിൽ പോയപ്പോ അതിന്റെ മിനി ഒരു ഇത് അല്ലടാ, അത്ര ദൂരെ നിൽക്കുന്നത്. അത് ശരിയാ. നല്ല രസമല്ലേ റോഡ് കാണാൻ? ഫ്രണ്ടിലോട്ടുള്ള നോക്കി ഇങ്ങനെ നീണ്ടോണ്ടേ നീണ്ടു നടന്ന് കിടക്കും. അങ്ങോട്ട് വണ്ടികൾ വരുന്നത് കാണാം. ഇത് കണ്ടോ? ഫുൾ ഒന്നുമില്ല. എംപ്റ്റി സ്പേസ്. ജസ്റ്റ് എംപ്റ്റി സ്പേസ് ലൈക്ക് ഫീൽഡ് പോലെ. നമുക്ക് ഈ സൈഡിൽ മരങ്ങളൊന്നും ഇല്ലാതെ വ്യൂ കിട്ടുന്നത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കിട്ടുന്ന വ്യൂ ഒക്കെ ഫാന്റാസ്റ്റിക് ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞു വ്യൂ കഴിഞ്ഞു. പക്ഷെ ആകാശം എപ്പോഴും വരും. 9 മണി ആകുമ്പോഴത്തെ ആകെ വെളിച്ചമായി കാണുന്നത്. ഇത് എപ്പോഴും ഇല്ല കേട്ടോ. ഇവിടെ 2-3 മാസം ഇങ്ങനെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാസം ആകണ്ടേ. അത് നോക്കി നല്ല കളർഫുൾ വീടുകൾ. അവിടെ മറ്റേ വിൻഡ്മിൽ പോലെ സാധനം രസമുണ്ടല്ലോ. അയ്യോ ആ ഹട്ട് കണ്ടോ? നമ്മുടെ മറ്റേ ക്യാൻറ്റീൻ മറ്റേ ഒരു സ്റ്റോറി ഇടുന്ന നല്ല രസമുണ്ടായിരുന്നു കാണാൻ. That was a fantastic view. Of course. I would be. Indeed it was. Indeed it was. ഇനി അതുപോലത്തെ വ്യൂ വരുമ്പോ നമുക്ക് കാണിക്കാം അല്ലേ? Yes. ഇപ്പോഴത്തെ ആകാശം കണ്ടോ? റെയിൻബോ ഷെയ്ഡാ. റെഡ്, ഓറഞ്ച്, യെല്ലോ അങ്ങനെ ലേയേർഡ് ആയിട്ട്. രസമുണ്ടല്ലേ നമ്മളിങ്ങനെ വുഡിന്റെ അകത്ത് സ്പീഡ് പെട്ടെന്ന് 60-30 പറയുന്നത്. വുഡിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ ഞാൻ ഇപ്പൊ ഒരു മൂങ്ങനെ കണ്ടു. ബ്രൗൺ മൂങ്ങ മരത്തിന്റെ കൊണ്ടൊക്കെ ഞാൻ പേടിച്ചു. ഞാൻ ആ വീട് കണ്ടോ? നല്ല രസമുള്ള വീടായിരുന്നു. അയ്യോ ഞാൻ ആകാശത്തിന്റെ ഫാം. ആകാശം കാണിക്കാലോ. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ആകാശം പറയായിരുന്നു ഇങ്ങനെ ലൈക്ക് റെയിൻബോ പാസ്റ്റൽ സ്കൈ. ഇപ്പൊ ക്ലൗഡ് ആയതുകൊണ്ട് നമുക്ക് അത്ര കാണാൻ പറ്റും.
ഇത് ഈ വരുന്ന ഈ വളർന്നിരിക്കുന്ന വീട് ഇത് പ്രത്യേകതരം രീതിയിൽ അവർ ചെയ്തേക്കുന്നത് ഇവിടുത്തെ വീടുകൾ. എന്തായാലും നമ്മൾ ഈ യാത്രയിൽ എക്സ്പെക്ട് ചെയ്യാതെ കണ്ട കുറച്ച് ആനിമൽസ് ഉണ്ട്. പക്ഷെ അവരൊന്നും കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് ക്യാമറ വെക്കുമ്പോഴേക്കും അതെല്ലാം പോകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു പോകും. ഫ്രണ്ടിലെ കാഴ്ച നോക്കിയേ, നല്ല പാടങ്ങൾ ഇങ്ങനെ പാടത്തിന് നടുവിലൂടെ, നമ്മുടെ നാട്ടിലെ കണ്ടത്തിന് നടുക്കൂടെ ഉള്ള റോഡ് പോലല്ലേ ഫ്രണ്ട് റോഡ് കാണിച്ചാൽ മതി. അതിന്റെ കൂടെ നല്ല പർപ്പിളി ആകാശവും റോഡ് കാണിച്ചേ, അതിന്റെ കൂടെ പർപ്പിളി ആകാശവും റോഡും നമ്മുടെ നാട്ടില് പടവരമ്പത്തൂടുള്ള റോഡ് പോലല്ലേ. പക്ഷെ റോഡ് ക്വാളിറ്റി വൈസ് റോഡ് ഇച്ചിരി വ്യത്യാസമുണ്ട്, കുറച്ച് വീതിയുണ്ട്. റബ്ബറൈസ്ഡ് ആണ്. നോക്കി റൈറ്റ് രണ്ടോട് നോക്കിക്കാൻ നല്ല ഫ്രണ്ട് വ്യൂവിൽ നോക്കിക്കാൻ ഭയങ്കര നന്നായിട്ട് കാണാം. അതെ, മിസ്റ്റർ കബാബ്. നമ്മൾ ഈ യാത്ര കണ്ട കുറച്ച് റെയർ ആനിമൽസ്. നമ്മൾ ഒരു കുഞ്ഞു മാനിനെ കണ്ടു. ടൂ വീലറുകൾ കണ്ടോ? ഇത് വളരെ റെയർ ആട്ടോ ഇവിടെ. ഇത് റെയർ കാഴ്ചയാ, കാരണം വെഹിക്കിളായിട്ട് റെയറാ. കാരണം ഇവിടെ ഈ സമ്മറിലേ ഇറങ്ങുള്ളൂ ടൂ വീലേഴ്സ്. ഇല്ലെങ്കിൽ ഈ തണുപ്പത്ത് ഇതുകൾ ഓടിച്ചോണ്ട് പോകാൻ പാടാ. ഇത് കണ്ട് 150cc താഴെയുള്ള വണ്ടികളാണ്. എൽ ബോർഡ് കണ്ടില്ലേ? അപ്പോൾ അവര് ചെറിയ വണ്ടികളെ ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വലിയ CC വണ്ടികളിലേക്ക് കയറാം. അവർ സംസാരിക്കുക, കാരണം അവർ മറ്റേ ഇവിടെ എല്ലാം ബ്ലൂടൂത്ത് ഉള്ള ഹെൽമെറ്റുകളും കാര്യങ്ങളും പിന്നെ നമുക്ക് നൈസായിട്ട് കയറി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാലും ദ റോഡ് ഈസ് നോട്ട് പെർമിറ്റിംഗ് അസ്. അപ്പൊ നമുക്ക് ഈ ഇടയ്ക്ക് നമ്മൾ റയറാട്ട കണ്ടത് എന്തായിരുന്നു? അപ്പൊ ഫസ്റ്റ് അനിമൽ നമ്മൾ മാനിനെ കണ്ടു, സെക്കൻഡ് അനിമൽ അനിമലല്ല ബേർഡ്. പക്ഷെ ഭയങ്കര റയറായിട്ട് ഞാൻ ഒന്ന് മരത്തിന്റെ പക്ഷെ റോഡ് സൈഡ് ചുമ്മാ നിന്ന് തിന്നോണ്ടിരിക്കുന്ന കേട്ടോ മാന്. ഈ റോഡ് ലൈക്ക് ലിറ്ററലി വീടിന്റെ ബുഷസിന്റെ ഇടയ്ക്കൂടെ ഇവിടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്നത് മാൻ സംഭവം കാണിച്ചു. ഏതാണ്ട് സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കേ, അവരങ്ങോട്ട് തിരിയുക, നമുക്ക് നേരെ പോവാം. ഈ അടുത്ത റെയർ കാഴ്ചയുമായിട്ട് ഇപ്പുറത്തെ സൈഡ് മൊത്തം ഇങ്ങനെ ഗ്രാസിന് മണ്ടയ്ക്ക് ഫോഗ് പോലെ. We have reached Norfolk, Nelson's County എന്നാണ് പറയുന്നത്. നെൽസൺസ് കൗണ്ടി. ആ ബോർഡ് കണ്ടായിരുന്നു, പക്ഷെ നമ്മളപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് വിട്ടിങ്ങ പോകും. ഇതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. 60 പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കുറച്ച് 50 ആക്കും, എന്നിട്ട് 30 ആക്കും. ഓരോ ഇപ്പൊ 50 ആയി. എത്തി. ഇനി 17 മിനിറ്റൂടെ ഉള്ളൂ, 15 മിനിറ്റൂടെ ഉള്ളൂ. ഇനിയിപ്പോ നല്ല കാഴ്ച ഒന്നും ഇല്ല തോന്നുന്നു. ഇരുട്ടി. ഇനിയിപ്പോ നമുക്ക് നാളെ പള്ളിയും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വിൻഡ് പഴയ ജാതി വിൻഡ്. അതിന്റെ എല്ലാം പൊളിഞ്ഞാണോ? അത് വർക്കിംഗ് ആയിരിക്കത്തില്ല കൊച്ച, പഴയതല്ലേ. പക്ഷെ വിൻഡേജ് നല്ല രസമുണ്ടല്ലേ? രാത്രിയാണെങ്കിലും കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടോ? 8:45 കഴിഞ്ഞ സമയം. 9 കാഴ്ചകൾ തീർന്നില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങ് പാരഷൂട്ട് വീഡിയോയിൽ കാണാൻ പറ്റുമോ അറിയത്തില്ല. പാരഷൂട്ടിൽ ഒരാൾ പോകുന്നുണ്ട് ആകാശത്തുനിന്ന്. ഷൂട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഈ റൂട്ട് കണ്ട് സമാധാനപ്പെടാം. നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമോ നോക്കാം. ചിലപ്പോ കാണാൻ പറ്റിയേക്കും, സാധ്യതയുണ്ട്. ഈ ഏരിയയില് ബൈയൊക്കെ പറഞ്ഞു പോയതാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞാല് മരങ്ങള് ഒരിക്കലും ഇല്ലാത്ത പോലെ മരങ്ങളാ തരും. ഒരു കൂട്ടം ഇവിടെ കണ്ടോ? റൈറ്റ് സൈഡിൽ കണ്ട് നോക്കി അങ്ങ് പോയി. അത് കാണാൻ പറ്റത്തില്ല ഇനിയിപ്പോ. അപ്പൊ ശരിക്കും കൊണ്ടേറ്റ് നമുക്ക് നാളെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ
ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ട്രിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ കാണാം. യു ഓൺ ഡ്യൂട്ടി? പതിഞ്ഞു പോയി എന്ത് ചെയ്യാനാ. അപ്പം നമ്മൾ ഇപ്പം എവിടെയാ പറഞ്ഞ എന്തി? നോർവിച്ചിൽ ഏടമോനുണ്ട്, അർവിൻ മോനുണ്ട്, ഡിസ്വളിയനുണ്ട്. ഇതാണ് ഇവരുടെ വീട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്? ഏടാ എങ്ങോട്ടാ പോകുന്നത്? ആണോ, വാൽസിംഗത്തിൽ പോവാ. നീ വരുന്നോടാ? വരുന്നോ? ഇത്രയും നേരം വരുന്നില്ലായിരുന്നു കേട്ടോ. ക്യാമറ ഉണ്ടപ്പം വരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് വാൽസിംഗം, അവിടുന്ന് നേരെ വീട്. അതാണ് പ്ലാൻ. രാവിലെ എഴുന്നേറ്റ് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാൽസിംഗം. ബൈ 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 ബൈ. ഈ റോഡിലെ മരങ്ങൾ വെട്ടി വെച്ചേക്കുന്നത് കണ്ടോ? നമ്മൾ ബസ് പോകത്തക്ക രീതിയിൽ കണ്ടോ? കണ്ടോ? റോഡിലോട്ട് അത്രയും സ്ഥലം മാത്രമേ വെട്ടി വിട്ടിട്ടുള്ളൂ. കണ്ടോ? ഇത് തനി കൺട്രി സൈഡാട്ടോ നമ്മൾ പോകുന്നേ. അല്ലേ ചേക്കറെ? വലിയ വളവാണ്. നമ്മൾ സ്ലിപ്പർ ചാപ്പലിൻ്റെ വീഡിയോ നേരത്തെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഈ സൈഡ് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. ഇതാണ് കേട്ടോ സ്ലിപ്പർ ചാപ്പലിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതായിരുന്നു ഡോർ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ക്ലോസ്ഡ് ആണ്. സൈഡിൽ കൂടെ വരുന്നത്. ഇവിടെയാണ് തിരിശേഷിപ്പും ഒക്കെ സൂക്ഷിച്ചേക്കുന്നത്. 1400 ചാപ്പൽ എന്ന് പറഞ്ഞത് ഈ ചാപ്പലാണ്. അപ്പോൾ ഞങ്ങളവിടെ കയറി 1-2 ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വി ആർ ഗോയിങ് ടു ഹോം. കാറ് പാർക്ക് ചെയ്തേക്കുന്നത് അവിടെ അയ്യത്താണ് കേട്ടോ. ഞാൻ അവിടെ അയ്യത്ത്, നമ്മൾ അയ്യത്തല്ലേ വിട്ടേക്കുന്നത്. പക്ഷെ അവരുടെ പാർക്കിംഗ് എന്നാണ് അവർ പറയുന്നത്. ഇതേണ്ട, ഇതാണ് ചാപ്പല്. ഇവിടെ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. ഇതുവഴി ചള്ളയാ. അതുകൊണ്ട് നമുക്ക് ഇതുവഴി കയറി അതുവഴി കറങ്ങി നമ്മുടെ വണ്ടിയെ വന്ന് കയറാം. ഷൂവേലുള്ള തള്ളയൊക്കെ ഇതേ തൂത്ത്. അതേതാണ്ട് എന്തുവാടാ അത്? പയറ് പോലത്തെ സാധനത്തിൻ്റെ പോലത്തെ ഏതാണ്ടാന്ന് തോന്നുന്നല്ലേ? കളി കളാന്ന് ഇരിക്കുന്നത്. ഇതുവഴി കയറേ കേക്കോ, കെയർഫുൾ. ഞാൻ നിക്കറായിട്ടേക്കുന്നത്. സൂപ്പറായിരിക്കും. ഉണ്ട് പാർക്കിംഗ് ഉണ്ട്. താഴത്തെ പാർക്കിംഗ് ഫുള്ളായി കേട്ടോ. സൺഡേ ആണ്. നല്ല തിരക്കുണ്ടല്ലോ നിർമ്മന. അതിനോട് താഴെ ഏതാണ്ട് പരിപാടി നടക്കുന്നുമുണ്ട്. എന്താണെന്ന് പിടുത്തമില്ല. ഗിഫ്റ്റ് ഷോപ്പിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ചെറിയ 1-2 ഐറ്റംസ് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ബാക്കി കാണിക്കാലോ. പിന്നെ പ്രാവ് പോകുന്നുണ്ടോ? പിന്നെ കണ്ടോ വഴി നോക്കിയ നമ്മളെ ഒരു നാഷണൽ സ്ട്രൈക്കിലോട്ട് പോകുന്ന വഴി. നമ്മൾ കഴിഞ്ഞ തവണ വന്ന റൂട്ടിലല്ല കേട്ടോ നമ്മൾ ഇത്തവണ വരുന്നേ. അല്ലേ കുഞ്ഞാ? ഇത് നമ്മള് നോർവിച്ചിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. വേറൊരു വഴി കൂടെ ഒക്കെ കയറി വരുന്നത്. ഏതുവഴിയൊക്കെയാണ് ഈ ആപ്പിളമ്പച്ചി നമ്മളെ കൊണ്ടുപോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല. നോർവിച്ച് അവിടോട്ടാണ് എത്തും കേട്ടോ. ഇതുവഴിയൊക്കെ നമ്മൾ പണ്ടെപ്പോഴോ പോയതായിട്ട് ഓർമ്മ. ഇത് ഫാമാ കേട്ടോ. ബർഷാം ബ്രൂവറിയാ കേട്ടോ. ബ്രൂവറി നമ്മുടെ വൈനും ബിയറും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഓ ഇതെന്തുവാടേ? ശരിക്കും കാട് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കേട്ടോ. 11 കാലായി ആണ് കേട്ടോ. കാടാണോ? ആയിരിക്കും. കാട് പോലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പുറമൊക്കെ കാട് പോലെ നിൽക്കുവോ. നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ. ഇന്നലത്തെ ആ ഒരു നമ്മൾ കണ്ട വെയിലും ആ ഒരു ക്ലൈമറ്റേ അല്ല. എല്ലാം പോയി. അതാ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയുന്നത്. അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാ. ഇത് എന്തായാലും മെയിൻ റോഡ് അല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി. അല്ലേ കുഞ്ഞാ? കട്ടറും. ഓ മൈ ഗോഡ്. ചെറിയ വെള്ളക്കെട്ടുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം അതിനകത്ത് അയ്യോ കൊള്ളാം. നമ്മളിപ്പോ എത്തും. 2 മിനിറ്റാണ് കാണിക്കുന്നത്. 0.7 മൈലേ ഉള്ളൂ. ഇവിടെ എല്ലാം മൈലാണ് കേട്ടോ. ഇപ്പോഴും മൈല നിൽക്കുന്നുള്ളൂ. ഫാന്റാസ്റ്റിക്.
വണ്ടി എന്തായാലും ഒന്ന് വാഷ് ചെയ്യേണ്ടി വരുമോ? ടേൺ റൈറ്റ് ആയി കേട്ടോ. അപ്പൊ നമ്മൾ എത്താറായി. നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്ലിപ്പർ ചാപ്പലുണ്ട്. സ്ലിപ്പർ ചാപ്പലാണ് അവിടുത്തെ ചാപ്പല്. അവിടെയാണ് ഈ തിരുശേഷിപ്പും കാര്യങ്ങളെല്ലാം. ഇത് വേറെ താഴോട്ട് പോയിട്ട് അപ്പുറത്തെ സൈഡിൽ ചെല്ലും. ഇപ്പൊ ഇവിടെ കിട്ടി. സ്ലിപ്പർ ചാപ്പലും മറ്റേ അവിടെ സ്ലിപ്പർ ചാപ്പലിലാണ്. അതാണ് 14ാം നൂറ്റാണ്ടിലുള്ളത്. അതുപോലെ തന്നെ 1400s. ഇപ്പൊ നമ്മള് 2000-ലല്ലേ, അതിന് 1400s ഉണ്ട്. കാട രണ്ട് സൈഡിലുണ്ട്. കാടയാണോ അത്? കുഞ്ഞായിരിക്കും കേട്ടോ. അപ്പം അവിടെയാണ് ഈ തിരുശേഷിപ്പൊക്കെ ഉള്ളത്. ഒത്തിരിയും പഴയ തിരുശേഷിപ്പ് നമ്മുടെ നേരത്തെ വീഡിയോയിലുണ്ട്. അപ്പൊ അവിടെ പോവാ, പ്രാർത്ഥിക്കുക. അവിടെ പോവാ, പ്രാർത്ഥിക്കുക, തിരിച്ചു വരിക. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. പിന്നെ തിരിച്ചു പോകുന്ന റൂട്ടിൽ എന്തെങ്കിലും നല്ല കാഴ്ചകളുണ്ടെങ്കിൽ അതോടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കും. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പൊ നമുക്ക് ഫ്രണ്ടിലെ കാഴ്ച വെച്ച് കറക്റ്റ് ഒരു വണ്ടി പോകും കേട്ടോ. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാല് നമ്മള് ഇതുപോലെ വല്ല അയ്യത്തോട്ടും എല്ലാം കയറ്റി നിർത്താനേ പറ്റുള്ളൂ. അത് നമ്മൾ തന്നെ കയറ്റേണ്ടി വരും, നമ്മുടെ വലിയ വണ്ടി ആയതുകൊണ്ട്. എന്തായാലും നമുക്കിനി ചാപ്പൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം.